എന്തൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ പരസ്യമൊക്കെ കിട്ടണത്, ഒന്ന് ഫേമസ് ആവണത് ആർക്കാണ് ഇഷ്ടമല്ലാത്ത? എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഈശോ ഇന്നത്തെ വചനത്തിൽ പറയണത് തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു എന്നുള്ളതാണ്. ഈശോ ഇത് ആദ്യമായിട്ട് പറയണമെന്നല്ല. ഈശോ പല സമയത്തും സുവിശേഷങ്ങളിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തന്നെ പരസ്യപ്പെടുത്തരുതെന്ന്. പരസ്യപ്പെടുത്തപ്പെടുന്നത് തെറ്റായതുകൊണ്ടല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരസ്യപ്പെടുത്തപ്പെടുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര ഫേമസ് ആയ ആൾക്കാരുണ്ട്, അത്ര ഫേമസ് അല്ലാത്ത ആളുണ്ട്. അപ്പോൾ ഫേമസ് ആവണതൊന്നും ശരിയല്ല, അങ്ങനെയല്ല അത് പറയേണ്ടത്. ഫേമസ് ആവണതൊന്നും തെറ്റല്ല. പക്ഷേ ഈ ഫേമസ് ആവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. ഫേമസ് ആവാൻ വേണ്ടി ചില പൊടിക്കൈകൾ പുറത്തേക്ക് എടുക്കുന്നത് അത് ശരിയല്ല. ഫേമസ് ആവണമെങ്കിൽ ആയിക്കോട്ടെ, ഫേമസ് ആവുന്നില്ലെങ്കിൽ ആവാതിരിക്കട്ടെ, ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈശോ തന്നെ പരസ്യപ്പെടുത്തരുതും എന്ന് പറയുമ്പം ഈശോ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ പരസ്യപ്പെടുത്തി അറിയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് യഥാർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കും. യഥാർത്ഥമായിട്ട് അറിയണമെന്നുണ്ട്. ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ടത്, എന്നെ നിങ്ങൾ അധരങ്ങൾ കൊണ്ട് ബഹുമാനിക്കും, ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അപ്പൊ ഹൃദയം കൊണ്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പരസ്യപ്പെടുത്തിയാൽ നടക്കൂല, അത് നേരിട്ട് അറിയണം. ഈ പരസ്യപ്പെടുത്തപ്പെടുമ്പം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഹൃദയം കൊണ്ട് അറിയണമെങ്കിൽ നേരിട്ട് തന്നെ അറിയണം. ഈ പരസ്യങ്ങളിലൂടെ അറിയുന്ന പലതും അത് യാഥാർത്ഥ്യമായിട്ട് പല വ്യത്യാസങ്ങളും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ പരസ്യപ്പെടുത്തപ്പെടുക എന്ന് പറയണ ഒരു പ്രലോഭനമുണ്ട്. അതിനെ അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. നമുക്ക് കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.